തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം 7 പേർക്കാണ് പരിക്കേറ്റത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ ആളാണ് വില്ലേജ് ഓഫീസിനകത്തേക്ക് പെട്രോൾ എറിഞ്ഞ് സ്ഫോടനമുണ്ടാക്കിയത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി KG ദിനകർ ചേരുകയാണ്. ദിനകർ, തിരുവനന്തപുരം വില്ലേജ് ഓഫീസിൽ, തിരുവനന്തപുരത്തെ വെള്ളറട വില്ലേജ് ഓഫീസിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലമുള്ള വൈരാഗ്യമാണ് ഒരാൾ തീർത്തതെന്ന് ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞു. ഒപ്പം രേഖകൾ നശിച്ചതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ പുറത്തെത്തുന്നു. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ എവിടെ? 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയരുന്നത്. അജിംഷാദ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വെള്ളറട വില്ലേജ് ഓഫീസിൽ ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. 11 മണിയോടുകൂടി ഹെൽമറ്റ് ധരിച്ചെത്തിയ, കോട്ടിട്ട് വന്ന ഒരു വ്യക്തി ബുള്ളറ്റിൽ എത്തുകയായിരുന്നു. ഇതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗ് വില്ലേജ് ഓഫീസിനുള്ളിൽ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. നമുക്ക് നേരത്തെ ലഭിച്ച സൂചന അനുസരിച്ച് കയ്യിലുണ്ടായിരുന്ന ബാഗ് വില്ലേജ് ഓഫീസിൽ വച്ചതിന് ശേഷം, വില്ലേജ് ഓഫീസിൻ്റെ മേശപ്പുറത്ത് വച്ചതിന് ശേഷം വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബാഗിനുള്ളിലേക്ക് തീപ്പെട്ടി കോൽ ഉരച്ചിടുകയായിരുന്നു. തുടർന്ന് സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഫോടനത്തിൽ വില്ലേജ് ഓഫീസിനുള്ളിലെ റെക്കോർഡുകളും രേഖകളും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചിട്ടുണ്ട്. 7 പേർക്ക് പരിക്കേറ്റു. വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാലിന് മുഖത്തും കൈകളിലുമാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് 6 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇവരെ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വേണുഗോപാൽ, ഐസക്, വിജയമ്മ, പ്രഭാകരൻ നായർ, കൃഷ്ണകുമാർ, മോഹനൻ നായർ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ആനപ്പാറ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്താണ് അക്രമം നടത്തിയതിനു ശേഷം മുറി പുറത്തു നിന്നും പൂട്ടി കറുത്ത ബുള്ളറ്റിൽ അക്രമി സ്ഥലം വിടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകാത്തതിലുള്ള അമർഷം തീർത്തതാണോ എന്ന് അറിയില്ല. അതോ സമയം അട്ടിമറിയാണോ എന്നതും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളറടയിൽ ചില പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതോടൊപ്പം ചില പാറമടകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാത്ത വസ്തുതകളാണ്. അതൊക്കെയും ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. വില്ലേജ് ഓഫീസിലെ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടി വരും. അവരുടെ മൊഴിയെടുക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുകയുള്ളൂ. എന്നാൽ അക്രമി ആരാണ് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. കാരണം അക്രമി ഹെൽമറ്റ് ധരിച്ചിരുന്നു, കോട്ട് ധരിച്ചിരുന്നു, കറുത്ത ബുള്ളറ്റിൽ ആണ് എത്തിയത് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ആരാണ് ഈ അക്രമം നടത്തിയത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ലഭ്യമായിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെയും ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം വെള്ളറടയിൽ നടന്നിരിക്കുന്നത്. ഇതിനെ കേവലം ഒരു ആക്രമണമായി മാത്രം നമുക്കിതിനെ കാണാൻ കഴിയുകയില്ല. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളുകളിലേക്ക് കൂടി പോയെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അജിംഷാദ്. ശരി ദിനകറാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ ഇന്ന് രാവിലെ സ്ഫോടനമുണ്ടായി. 7 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ ആളാണ് സ്ഫോടനം നടത്തിയത്. എന്നാൽ സ്ഫോടനമല്ല, ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം ആരോ വൈരാഗ്യം തീർത്തതാണെന്ന് ജില്ലാ കളക്ടർ പ്രാഥമികമായി നിഗമിച്ചു. അത് അദ്ദേഹം പീപ്പിൾ TVയോട് പറയുകയും ചെയ്തു. ഒപ്പം രേഖകൾ നശിച്ചതും ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാനാകാത്തതും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും അടുത്തിടെയായി ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ വലിയ ഗൗരവമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിൽ 5 ദിവസത്തിനുള്ളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മാലിദ്വീപിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാതമാണ് മഴയ്ക്ക് കാരണം. സംസ്ഥാനത്തെ ചൂട് കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിൽ 5 ഡിഗ്രിയിലേറെ കൂടിയ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. Now we talk to the weather. If presently there is the cyclonic circulation over Combren area and adjoining Maldives area. So due to this cyclonic circulation, there is the possibility of isolated rain over Kerala during 4 to 5 days. സംസ്ഥാനത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി
പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രൂക്ഷമായ വരൾച്ചയുടെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി വിജ്ഞാപനം ചെയ്യും. എന്നാൽ ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 10 RO പ്ലാന്റുകൾ ടെൻഡറില്ലാതെ വാങ്ങും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തെന്മല ഡാമിൽ നിന്നും വെള്ളമെത്തിക്കും. മരണകാരണം സൂര്യാഘാതമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം ലഭിച്ചാൽ മരണപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൂര്യാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യം വേണ്ടിവരും. ഇത് IMDയുടെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വീതം നൽകുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ 2013 സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര അല്ല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഡാമിൻ്റെ കപ്പാസിറ്റിയും അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഇല്ല. സൂര്യാഘാതമേറ്റവർക്ക് ചികിത്സ സൗജന്യമായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തണ്ണീർപന്തലുകൾ സ്ഥാപിക്കും. മമ്മൂട്ടി അടക്കമുള്ളവർ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജലവകുപ്പ് സെക്രട്ടറി VJ കുര്യനെ യോഗം ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണത്തിനായി 49 കോടി രൂപ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി PK മൊഹന്തി, റവന്യൂ വകുപ്പ് സെക്രട്ടറി വിശ്വാസ് മേത്ത, ജല സെക്രട്ടറി VJ കുര്യൻ, ഫിനാൻസ് സെക്രട്ടറി KM എബ്രഹാം എന്നിവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചക്കെടുതി നേരിടാൻ സന്നദ്ധ പ്രവർത്തനവുമായി നടൻ മമ്മൂട്ടിയും. ഇതിന്റെ ഭാഗമായി സഹായ മനസ്ഥിതിയുള്ളവരെയും സംഘടനകളെയും പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ യോഗം ചേരും. സന്നദ്ധ പ്രവർത്തകരും സർക്കാരുമായി ചേർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് മമ്മൂട്ടി ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചിരുന്നു. അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നാളെ വരുന്ന ആൾക്കാരോട് കൂടെ സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കുന്നതല്ല. മറ്റു വാർത്തകളിലേക്ക്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി കോടതി അടുത്ത ആഴ്ച പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, ഭഗത് സിംഗ് വിവാദങ്ങൾ എന്നീ വിഷയങ്ങളിൽ രാജ്യസഭയിൽ ബഹളം, പ്രതിപക്ഷ പ്രതിഷേധം. ഭഗത് സിംഗിനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ദില്ലി സർവകലാശാലയിലെ പാഠപുസ്തകം തിരുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് അറിവുള്ളതെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭയിൽ വൻ ബഹളം. സ്വാമി പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. പ്രസ്താവനകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. രാജ്യസഭ MPയായി സ്ഥാനമേറ്റ 2ാം ദിവസവും പ്രകോപന പ്രസ്താവനകൾ നടത്തിയ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെയായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഇന്നലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസ്താവന സഭയിലേറെ ബഹളമുണ്ടാക്കിയിരുന്നു. ഇന്ന് ഭഗത് സിംഗ് വിവാദത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശദീകരണമായിരുന്നു പ്രതിഷേധത്തിനിടയാക്കിയത്. ഭഗത് സിംഗിനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന സർവകലാശാലയിലെ പുസ്തകം മാനവവിഭവശേഷി മന്ത്രാലയം ഇടപെട്ട് തിരുത്തണമെന്ന് സമാജ്വാദി ആവശ്യപ്പെട്ടു. കൂടാതെ അലിഗഡ് സർവകലാശാലയെക്കുറിച്ച് പറഞ്ഞ SP നേതാവ് KC ത്യാഗി സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരും പരാമർശിച്ചു. ഇതിൽ വിശദീകരണവുമായി എഴുന്നേറ്റ സ്വാമിയെ കോൺഗ്രസ് അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് MPമാർക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അറിയില്ലെന്നും ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ച് മാത്രമാണ് അറിവുള്ളതെന്നും സ്വാമി കളിയാക്കി. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. അനാവശ്യ പ്രസ്താവനകൾ നടത്തുകയാണ് സ്വാമിയെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തെരുവിലെ ഭാഷയാണ് സുബ്രഹ്മണ്യ സ്വാമി പാർലമെന്റിൽ ഉപയോഗിക്കുന്നതെന്ന് ഗുലാം നബിയും പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ മറ്റൊരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു നടത്തിയ പ്രസ്താവന സ്പീക്കർ സഭാരേഖകളിൽ നിന്നും നീക്കി. അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമിയെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും ശാസിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെ, ജ്യോതിരാജ സിന്ധ്യ എന്നിവർ നോട്ടീസ് നൽകി. വിവാദത്തെക്കുറിച്ച് വിശദമായ ചർച്ച ആവശ്യമാണെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. സംഭവത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് AK ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബൈക്കിൽ വന്നയാൾ ഏതോ ദ്രാവകം ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നുവെന്ന് വെള്ളറട വില്ലേജ് ഓഫീസർ മോഹനനും മറ്റൊരു ദൃക്സാക്ഷിയും പറഞ്ഞു. ആ വാക്കുകളിലേക്ക്.
പറഞ്ഞ് മാറ്റി ഇറങ്ങാൻ പറ്റില്ല. എന്തോ ഇങ്ങനെ കൊണ്ട് ഒഴിക്കുന്ന പോലെ തോന്നി. അത് തീ കത്തിച്ചപ്പോൾ ഇങ്ങനെ ആളി കത്തിക്കൊടുത്തു. പെട്ടെന്ന് നമ്മൾ അടുത്തിങ്ങനെ വന്നപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് മുമ്പോട്ട് വന്ന് പുറത്തിറങ്ങാൻ വഴിയില്ല, വേറെ ഒരു നോക്കിയില്ല. കക്കൂസിനകത്ത് കക്കൂസിൻ്റെ പുറത്ത് വളരെ ബലമില്ലാത്ത ഒരു വെന്റിലേറ്റർ ഉള്ളത്. നാട്ടുകാരെ പുറത്തു നിന്ന് വലിയ കോടാലി കൊണ്ട് വെട്ടി പൊളിച്ച് അപ്പോൾ ഇവിടെ ഒരാൾ അകത്ത് നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചു. അദ്ദേഹത്തിനാണ് ഭയങ്കര പൊള്ളലും കാര്യമായി. വേണുഗോപാലും ഒരു PTS സ്ത്രീയാണ്, പാവം വയസ്സായ. നമ്മൾ പെട്ടെന്ന് ഒരാൾ ഓഫീസിൻ്റെ അകത്തോട്ട് വരുന്നു. ഓഫീസിൻ്റെ നടയിൽ, അതായത് നമുക്ക് പ്രവേശനം കയറാൻ അയാൾ ആ നടയിൽ വന്നിട്ട് കയ്യിൽ ഒരു ഗ്രാമം അതിങ്ങനെ ഒഴിച്ചൊരു ബാഗ്, ചെറിയൊരു ബാഗ് കൊണ്ട് നടയിൽ അവിടെ വയ്ക്കും. പെട്ടെന്ന് ചെറിയൊരു സ്ഫോടന പോലത്തെ പെട്ടെന്ന് തന്നെ തീ മൊത്തം. സ്ഫോടനം തന്നെ കൃത്രിമമായ ചില ദ്രാവകങ്ങൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് സാക്ഷികൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മറ്റു വാർത്തയിലേക്ക്. ടോംസിനോട് സർക്കാർ കാണിച്ച അവഗണന വിവാദമാകുന്നു. രോഗശയ്യയിൽ കിടന്ന ടോംസിനെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. ടോംസിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കാർട്ടൂൺ അക്കാദമി രംഗത്തെത്തി. അർഹതപ്പെട്ട അംഗീകാരങ്ങളൊന്നും ടോംസിനെ തേടിയെത്തിയില്ലെന്നതും കലാകാരന്മാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ആകസ്മികമായ ഒരു വേർപാടായിരുന്നില്ല കാർട്ടൂണിസ്റ്റ് ടോംസിൻ്റേത്. 10 മാസക്കാലം രോഗശയ്യയിൽ കിടന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. നേരിട്ടും ഫോണിലൂടെയും ടോംസിന്റെ ഗുരുതരാവസ്ഥ അറിയിച്ചിട്ട് പോലും കോട്ടയംകാരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്, ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ഒരിക്കൽ പോലും ടോംസിനെ കാണാനെത്തിയില്ല. ഇതിന്റെ ദുഃഖവും പരിഭവവും ടോംസിന്റെ കുടുംബാംഗങ്ങൾക്കുണ്ടെന്ന് കാർട്ടൂൺ അക്കാദമി ചെയർമാൻ പ്രസന്നൻ ആനിക്കാട് പറഞ്ഞു. കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഞാൻ SMS വഴിയും ടെലിഫോൺ വഴിയും നിരന്തരം ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പല തവണ ഞാൻ അവരെ അറിയിച്ചിട്ടും ഒരാൾ പോലും അങ്ങോട്ട് ചെന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു വസ്തുത. ബോബനും മോളിയും എന്ന ഹാസ്യചിത്രകഥയിലൂടെ തലമുറകൾക്ക് ചിരിയും ചിന്തയും സമ്മാനിച്ച ജനപ്രിയ കാർട്ടൂണിസ്റ്റ് ടോംസ് ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരവും പരിഗണനയും നൽകിയിട്ടുണ്ടോ എന്ന് കേരളീയ സമൂഹം സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളിലെ ജീവിതത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംഭവവാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ബോബനും മോളിയും കേരളീയ സാമൂഹ്യാവസ്ഥയുടെ പാഠപുസ്തകം കൂടിയാണ്. അപ്പി ഹിപ്പി, കുഞ്ചുകുറുപ്പ്, ഉണ്ണിക്കുട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി നിരവധി ജനപ്രിയ കാർട്ടൂണുകൾക്ക് ജീവൻ നൽകിയ ടോംസിനെ തേടി അംഗീകാരങ്ങളൊന്നും വന്നില്ല. കാർട്ടൂണുകൾ ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ പുരസ്കാരങ്ങൾ നൽകേണ്ടവർ കണ്ണടച്ചു. അതൊന്നും ടോംസ് എന്ന വലിയ കലാകാരനെ നിരാശനാക്കിയില്ല. പ്രതിസന്ധികളെയെല്ലാം അവഗണിച്ച മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ടോംസ് എന്ന തൂലികാനാമത്തിന്റെ അർത്ഥം ബോബനും മോളിയുമായി മാറുമ്പോൾ മലയാളിക്ക് ചിന്തിക്കാനും ചിരിക്കാനും അറിയാവുന്ന കാലത്തോളം ടോംസ് ജീവിക്കുക തന്നെ ചെയ്യും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബോബനും മോളിയും പോലെ തന്നെ വായനക്കാരെ കുടുകൂടെ ചിരിപ്പിച്ച ടോംസിന്റെ കാർട്ടൂൺ കഥാപാത്രമാണ് മണ്ടൂസ്. കൈരളി TVയിലെ മണ്ടൂസിന്റെ 2D ആനിമേഷൻ പതിപ്പിലൂടെയും ടോംസ് മലയാളികളെ പൊട്ടിച്ചു. കടലാസും പേനയും വെച്ചുള്ള കരിമുഷി കാർട്ടൂണിൽ നിന്ന് ആനിമേഷൻ കാർട്ടൂണിലേക്ക് ടോംസ് ചുവടുവെച്ചത് കൈരളി TVയിലൂടെയാണ്. മണ്ടൂസിന്റെ മണ്ടത്തരങ്ങൾ 2D ആനിമേഷൻ രൂപത്തിൽ പ്രേക്ഷകരിലെത്തിയപ്പോൾ TVക്ക് മുന്നിലിരുന്നും മലയാളി പൊട്ടിച്ചിരിച്ചു. മരുന്ന് വാങ്ങാൻ പോയ നീ എന്താണ് ഉടനെ ഇങ്ങ് പോകുന്നത്? ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഓരോ കാലം മരണത്തിലേക്കായിരിക്കും. പിന്നെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കൊച്ചമ്മയെ പോയി ചാവുന്നേ? കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നമ്മെ വായിപ്പിച്ച് ചിരിപ്പിച്ച ടോംസിന് TV എന്ന ദൃശ്യമാധ്യമത്തിലെത്തിയപ്പോഴും തനിമ ഒട്ടും ചോരാതെ തന്റെ ഹാസ്യം പ്രേക്ഷകരിൽ എത്തിക്കാനായി. മലയാളം TV ചാനലുകളിലെ ഹാസ്യ കാർട്ടൂണുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു മണ്ടൂസ്. വാർത്ത കണ്ടോ? അണക്കെട്ട് നിർമ്മാണത്തിൽ ഭയങ്കര വെട്ടിപ്പ് നടക്കുന്നെന്ന്. എന്നാലേ അതിനേക്കാൾ വലിയ വെട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്, എനിക്കറിയാം. എവിടെയാടാ? ഒന്ന് പറഞ്ഞേ. ബാർബർ ഷാപ്പില്. പിന്നെ ടൗണിലൊരു തുണിക്കടയുണ്ട്. അവര് പറഞ്ഞോണ്ടാ വെട്ടിപ്പ് നടത്തുന്നത്. കാലത്തിനൊപ്പം നടന്ന് വായനയിലും ദൃശ്യത്തിലും ഒരുപോലെ നർമ്മം പങ്കുവയ്ക്കാൻ ടോംസിന് കഴിഞ്ഞുവന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മണ്ടൂസിന്റെ ജനപ്രിയത കാട്ടിത്തന്നത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ ആനുകൂല്യം സർക്കാർ പിൻവലിച്ചു. പുനർനിയമനമോ പുനർവിന്യാസമോ ലഭിക്കാത്ത 10,000-ലേറെ സംരക്ഷിത അധ്യാപകരാകും ഇതോടെ ശമ്പളമില്ലാതെ പുറത്താകുക. നേരത്തെയുള്ള സർക്കാർ ഉറപ്പുകൾ പോലും ലംഘിച്ചാണ് പുതിയ സർക്കുലർ. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ കുറവിനെ തുടർന്ന് തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകർക്ക് പുനർനിയമനം ലഭിക്കും വരെ ശമ്പളമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. പുനർനിയമനമോ പുനർവിന്യാസമോ ലഭിക്കാത്ത 10,000-ലേറെ സംരക്ഷിത അധ്യാപകരാണ് ഇതോടെ ശമ്പളം ലഭിക്കാതെ പുറത്താവുക. മാനേജ്മെന്റ് സ്കൂളിലെ ഒഴിവുകളിൽ 1:1 എന്ന അനുപാതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുനർനിയമനം നൽകണമെന്നാണ് വ്യവസ്ഥ.
ഇതനുസരിച്ച് ഒരു സ്കൂളിൽ അധ്യാപകന് തൊഴിൽ നഷ്ടപ്പെടുകയും പുതിയ അനുപാതമായ 1:30 എന്നതനുസരിച്ച് പിന്നീട് ഒഴിവുണ്ടായാൽ നിയമനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ജോലി ലഭിക്കുന്നവർ നാമമാത്രമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സംസ്ഥാനത്തെ അധ്യാപകർ നീണ്ട പ്രക്ഷോഭത്തിലൂടെയാണ് പ്രൊട്ടക്ഷൻ ആനുകൂല്യം നേടിയെടുത്തത്. സർക്കാർ തീരുമാനം അധ്യാപകരോടുള്ള വെല്ലുവിളിയാണെന്ന് KSTA ആരോപിച്ചു. സർക്കാർ ഉറപ്പുപോലും കാറ്റിൽ പറത്തിയതായി KSTA ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 12,000-ലധികം അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യവും നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ മിക്കവാറും കുറേ മാനേജ്മെൻറ്റുകൾക്ക്, വലിയ കുട്ടികളുള്ള മാനേജ്മെൻറ്റുകൾക്ക് അധിക തസ്തിക ലഭിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മുടെ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് അധ്യാപകരാകെ വഴിയാധാരമാക്കുന്ന നിലപാടുകളാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ കണക്കെടുപ്പിൽ 18,000-ഓളം അധ്യാപകരാണ് സംരക്ഷിത അധ്യാപകരുടെ പട്ടികയിലുള്ളത്. 1997 ജൂലൈ വരെ അധ്യാപക പാക്കേജിന്റെ ഭാഗമായിരുന്നവരെ 2011 വരെയും ദീർഘിപ്പിച്ച സംരക്ഷണമാണ് കഴിഞ്ഞ ദിവസത്തെ സർക്കുലറിലൂടെ ഇവിടെ അസ്ഥിരപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോടുകാരനായ ബെന്നിയുടെ പച്ചക്കറി തോട്ടങ്ങൾ ഏവർക്കും ഒരു പാഠമാണ്. നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഈ കർഷകൻ മണ്ണിനെ സ്നേഹിക്കാനുള്ള സന്ദേശം തനിക്ക് ചുറ്റുമുള്ളവർക്ക് നൽകുക കൂടി ചെയ്യുന്നു. 16 വർഷമായി തുടങ്ങിയതാണ് മണ്ണിനോടുള്ള സ്നേഹം. മണ്ണ് തിരിച്ചും അകമഴിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്ന് ജോലിക്കായി വീട് മാറി മൂഴിക്കൽ എന്ന ടൗൺ പ്രദേശത്തേക്ക് വരുമ്പോൾ ബെന്നി അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരന് തന്റെ കൃഷിയെക്കുറിച്ച് ആശങ്ക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 12 സെന്റ് തരിശുഭൂമി വളരെ പെട്ടെന്നാണ് പച്ചകൊണ്ട് മൂടിയത്. കൂട്ടിന് ഭാര്യയും 2 കുട്ടികളും. പത്രപ്രവർത്തകൻ ആയതുകൊണ്ടുതന്നെ സമയവും ഏറെ കുറവാണ്. എങ്കിലും പുലർച്ചെ 5 മണി മുതൽ ആരംഭിക്കും കൃഷിപ്പണി. അവധി ദിവസങ്ങളും കൃഷിക്കായി മാത്രം മാറ്റിവെക്കും. നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചെറുപ്പം മുതൽ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പനും അമ്മയും പഠിപ്പിച്ചത് കാര്യമായതുകൊണ്ട് ഇവിടെ വന്ന് ജോലിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ചെയ്തു. വളരെ സമയം 5:30 എഴുന്നേറ്റിട്ട് അതിരാവിലെ കൃഷിക്ക് ചെയ്യും. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്ന് 8 മണിക്കും 7 മണിക്കും ഒക്കെ സമയങ്ങൾ ആ സമയത്തും കൃഷി ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേക ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലഡിൻ്റെ ഭാഗമാണ് കൃഷി. ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. ആപ്പിളും റംബൂട്ടാനും സപ്പോട്ടയും ഒക്കെയുണ്ട്. ഒപ്പം കോഴി വളർത്തലും. കൃഷിവകുപ്പിന്റെ കോഴിക്കോട്ടെ മികച്ച പച്ചക്കറി കൃഷി കർഷകൻ, കോഴിക്കോട് കോർപ്പറേഷനിലെ മികച്ച കർഷകൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. ബെന്നിയെയും കുടുംബത്തെയും മാതൃകയാക്കി നിരവധി പേരാണ് ചുറ്റുവട്ടത്തെ വീടുകളിൽ കൃഷി ചെയ്തു തുടങ്ങിയത്. അതിന്റെ സന്തോഷവും ബെന്നി മറച്ചുവെക്കുന്നില്ല. കൃഷിക്ക് പ്രചോദനവുമായി ഭാര്യ എഴുതി മക്കൾ പാടിയ ഒരു പാട്ടുമുണ്ട്, തങ്ങളുടെ കൃഷിയിടത്തെക്കുറിച്ച് മാത്രം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.